പാർത്തു, ഡാ പാർസാരതി, ഇന്ന് നിന്റെ ശവടക്കാടാ. കറണ്ട് പോയറിഞ്ഞില്ലേ? ഞാനാണെങ്കി അവിടെ. ഇവനത്തെ എവിടെ പോയി? മച്ചാന നീ എവിടെയാ? പാർത്ഥസാരഥിയേ, പാർത്ഥസാരഥി, നീ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയാലേ പേടിക്കുന്ന ആളൊന്നും അല്ലാട്ടെ ഞാൻ. എന്റെ അടുത്ത് നടക്കില്ല മോനെ, എന്നോട് കളിക്കല്ലേ, മനസ്സിലായോടാ? അയ്യോ, ആരോ നിൽക്കുന്നത് പോലെ ഒരു മോത്തിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ മൂർച്ചൊരു പോലെയാ കിടക്കുന്നത്. റിസ്ക് എടുക്കണ്ടി കൂടെ പോവാം. എടാ കച്ചറട്ടവനെ, പാർസാരഥിയേ, മുത്തേ എവിടെയാടാ? എന്റെ കൈ കിട്ടിയ കൊല്ലും ഞാൻ. എവിടെയാടാ? ഡോ എവിടെയാടാ? എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും നടന്ന് ശീലമില്ലാത്തതാ. പേടിച്ചിട്ടൊന്നുമല്ല. പാർത്ഥസാരഥി എവിടെ പോയി? പാർത്ഥസാരഥി, പാർത്ഥസാരഥി, എടാ, ഓ മനുഷ്യനെ വെറുതെ കൊല്ലാനായിട്ട് ഇവൻ ഓരോ പണി ചെയ്ത് വെക്കാൻ. എന്റെ അമ്മ, അയ്യോ, പാർത്ഥസാരഥി, 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 ഡാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. എടാ പാർത്ഥസാരഥി, നീ എവിടെയാടാ? എടാ ഈ കഥകൊന്ന് തുറക്കടാ. പാർത്ഥസാരഥി വെറുതെ കളിക്കല, എനിക്ക് നല്ല പേടി വരുന്നുണ്ടേ. പാർത്ഥസാരഥി സത്യമായിട്ട് എനിക്ക് പേടിയായിട്ട്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആ വൃത്തിയോട്ടവൻ അവന്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റിനും കൂടി കൂട്ടിക്കൊണ്ട് പോയോ എന്തോ. സെക്യൂരിറ്റി ഒന്ന് വന്നീ വാതിലൊന്ന് തുറക്ക്. ഹലോ, എടാ പാർത്ഥസാരഥി, എന്റെ പെട്ടുപോയല്ലോ. വെറുതെ നീ വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കല്ലേ. ഞാനങ്ങാൻ പുറത്ത് വന്നാലുണ്ടല്ലോ, അന്നത്തോടെ നിന്റെ അന്ത്യായിരിക്കും. ഫോണോടെ ബാത്റൂമിൽ വെച്ചിട്ടാണല്ലോ വന്നേ. അയ്യോ, അപ്പൊ ഞാൻ വീണ്ടും മൂളി കയറി പോണെന്ന്. ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്നല്ലേ ഉള്ളൂ. എടോ പാർത്ഥസാരഥി, നിന്നെയൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഞാൻ പണ്ടാറടങ്ങാൻ കറണ്ടിന് പോകാൻ കണ്ട സമയം ആരോ മനഃപൂർവ്വം എനിക്കിട്ട് പണി തരാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ആണുങ്ങളെ ഇങ്ങനെ പേടിക്കരുത്. രാത്രി ശുഭരാത്രി, ഇനി ശിവരാത്രി. പേടിക്കണം, എന്തിനാ പേടിക്കുന്നു? അമ്മേ, ഭാഗ്യം കറണ്ട് വന്നു. എത്രയും പെട്ടെന്ന് പോയി ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ, ഓട്ടോ പിടിച്ച് വരണ വഴിയുണ്ടല്ലോ. ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്നാ മതിയായിരുന്നു. എന്താണ് ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ? എന്ത് സംഭവിച്ചിട്ടും ധൈര്യം കൈവിടരുത്. ബാത്റൂം എത്തി. ആരുടെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കേറി നോക്കാല്ലേ, ആരുമില്ലല്ലോ. മൊബൈൽ ഇവിടെ ഇല്ല. അപ്പൊ വേറെ എവിടെ വെച്ച്? ഇനി ഞാൻ എന്റെ ടേബിളിൽ വെച്ചിരിക്ക. അയ്യോ, അപ്പൊ ഞാനിനി അവിടെ വരെ പോണോ? അയ്യോ, ഏത് സമയത്താണോ എന്തോ. ഒന്നും നോക്കണ്ട. പ്രേതം ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇറങ്ങി നടക്കാണല്ല. ഇതൊരു വിധിയാവും നോക്കി. പാർത്ഥസാരഥി, നീ തന്നെ എനിക്കിട്ടൊരു പണി. അയ്യോ, അപ്പൊ ഫോൺ ഞാൻ ഇവിടെയല്ല വെച്ചിരിക്കുന്നത്.
ബാഗും ഇല്ല, മൊബൈലും ഇല്ല. എടാ പാർത്ഥസാരഥി, നാളത്തെ സൂര്യോദയം എനിക്ക് കാണാൻ പറ്റുമോ? അയ്യോ, എന്തൊരു ജീവിതാന്ന് നോക്കി. ഈ ടെൻഷനൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ. വലിക്കാനൊരു സിഗരറ്റ് പോലും ഇല്ല മനുഷ്യന്. അവനങ്ങനെ സമയം ശരിയല്ലല്ലോ. ഫോൺ. ഭാഗ്യം, എവിടെയോ കിടന്ന് അടിക്കുന്നുണ്ടല്ലോ. എടുക്കടാ ഫോൺ, ഒന്ന് വേഗം എടുക്കടാ. ഫോൺ എടുക്കടാ, ദൈവത്തെ ഓർത്ത് എടുക്കടാ. ഓ, ഒന്ന് വേഗം എടുക്കടാ കോപ്പെ. എടാ പട്ടിച്ചിട്ട്, എന്റെ അവസ്ഥ അറിയാതെ ഫോൺ പോലും എടുക്കാതിരിക്കുകയാണല്ലോ. ഞാൻ തരുന്നുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഫോൺ ചെയ്തു, ഇവിടെ അടുത്തെവിടെയോ കേട്ടല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ശരിയാണല്ലോ, ഇവിടെ അടുത്തെവിടെയോ ഉണ്ടല്ലോ സാധനം. എവിടെ കിടന്നടിക്കുന്നത്? അപ്പൊ ഇവിടെ എവിടെയോ ഉണ്ട്. ദൈവമേ, നിന്നെയൊക്കെ. എടാ നാണമില്ലാത്തവനെ, പേടിച്ച് നീ ഇവളെയാണോടാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ തന്നെ ഫോൺ ചെയ്ത് ഞാൻ തന്നെ റിസീവ് ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യ? ഐസു, ഐ ലവ് സോ. ആരും കണ്ടില്ല. പാർത്ഥസാരഥി 365. You have insufficient balance. Please recharge your account. ആ നാണമില്ലാത്ത സിഇഒ ഞാൻ പെമ്പിളേരെ വിളിക്കുമെന്ന് കരുതി എന്റെ ഔട്ട് ഗോയിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതും ഓഫീസ് ലാൻഡ് ലൈൻ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. എടാ നീ തീർന്നടാ, നീ തീർന്നു. മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ. ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒരുമാതിരി ബിഗ് ബോസിൽ കയറിയ പോലെ ആയിപ്പോയി. ഇവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ഇവിടത്തെ മണ്ടന്മാരാരെങ്കിലും ഓൺലൈനിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവില്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യ, ഇത് ഏത് കാലത്ത് പഠിച്ച കമ്പ്യൂട്ടറാണാവോ? എന്റെ ദൈവമേ. ഇയാളെ കൊണ്ടൊക്കെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇവിടെ ഇപ്പോഴും 2G മാറ്റാറായിട്ടില്ല. ഇതിൽ ഒരുത്തിനെ കണ്ടെത്തണമെങ്കിൽ 1 വർഷം പിടിക്കും. ഇന്ന് ഞാൻ എങ്ങനെ വീട്ടിൽ പോവാ? എന്റെ കാര്യം നോക്കണേ. നാളെ ജീവനോടെ ഉണ്ടാവുന്നത്. ഗൂഗിൾ ഓപ്പണായി വന്നിരിക്കുന്നു. കുറെ നേരം കറങ്ങാൻ തുടങ്ങിയിട്ട് ഈ കറക്കൊന്ന് പെട്ടെന്ന് നിർത്തോ. എല്ലാം സ്ലോ. ഈ ഓഫീസ് മൊത്തം ലോക്കൽ സാധനങ്ങള്. ജോലി ചെയ്യുന്നൊരു സ്ഥലം കണ്ടില്ലേ? എന്റെ ദൈവമേ. പേടിച്ച് പേടിച്ച് പേടി ഇത്തിരി കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇതുപോലെ ഓഫീസിന് ചുറ്റും 2 റൗണ്ട് നടന്ന വയറും കുറഞ്ഞു കിട്ടും.
ഒന്നാ മല കയറി പോകണ്ടേ, പോയിട്ട് തിരിച്ചു. നീ എന്താന്ന് വെച്ചാ ചെയ്യടാ, ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ നീ? എന്റെ മുത്തച്ഛൻ ആരാണെന്ന് അറിയോ നിനക്ക്? ചുട്ട കൂടി ഇരുന്നിരിപ്പിലിരുന്ന് തിന്നത് ഈ വഴിക്ക് പോ. ഭയം ഭയം എനിക്ക് ഭയമില്ല. നിനക്ക് ഭയമുണ്ടോ? എടാ വാതില്, നിനക്ക് ഭയം ഉണ്ടായിരിക്കണോടാ. ആ ഭയം നിനക്കില്ലെങ്കിൽ പിന്നെ എനിക്കും എന്റെ കുടുംബത്തിനൊക്കെ എന്താടാ ഒരു വില? എടാ, നിനക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം, കേൾക്ക്. നീ ഒരു മരമായി വളർന്നപ്പോ നിന്നെ വെട്ടി ഒരു ചെറിയ പീസായി കൊണ്ടുവന്ന് വാതിലാക്കി വെച്ചത് ആരാണെന്ന് അറിയോ? ഒരു ചെറിയ കോടാലി. പക്ഷെ ഇവിടെയാണെങ്കിൽ എന്തിനും പോന്ന ധൈര്യശാലിയായ ഞാൻ നിന്നോട് തുറക്കാൻ പറഞ്ഞപ്പോ നിനക്ക് തുറന്നു തരാൻ പറ്റില്ല. ഞാനൊരു തീരുമാനം എടുത്തടാ, 3 ഇഞ്ച് കീ കൊണ്ടുവന്നിരിക്കുക. അതിനെങ്കിലും നിനക്ക് പേടിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേടിച്ചേ പറ്റൂ. നിന്റെ ജീവിതത്തിലെ ഈ 3 ഇഞ്ച് സാധനമാടാ നിന്റെ ശത്രു. അയ്യോ, ഇതെന്താ വരാത്ത? അയ്യോ, ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇപ്പൊ തുറക്കുന്നില്ല. എങ്ങനെയാണ് തുറന്ന് വീട്ടിൽ പോണ്ട? അയ്യോ, സോറി. ഞാനായിരുന്നോ? എന്റെ അമ്മോ, പ്രേതം എന്നെ കണ്ട അത് പേടിക്കുമല്ലോ. അപ്പൊ ഞാൻ പേടിച്ചെടുത്തിട്ടൊന്നുമില്ല. കണ്ണ് വെക്കോ, അത്രയും സുന്ദരനാ നീ. സത്യം പറഞ്ഞ ഇത്രയും ഹൈറ്റ്, ഒരു ഇച്ചിരി വെളുപ്പ്, പിന്നെ ചുണ്ട് ഇച്ചിരി കറുപ്പ് കുറവാണെങ്കിൽ പിന്നെ ഞാനും വൈഷും തമ്മിൽ ചേർച്ചക്കുറവൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ അപ്പനും ഇതേ കളർ തന്നെ, നിന്റെ അമ്മയ്ക്കും ഇതേ കളർ തന്നെ. അതുകൊണ്ട് തന്നെ നീ അവരുടെ ഫോട്ടോകോപ്പി എടുത്ത പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മോനെ. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ പോയി കിടക്കുക. ഓക്കെ, അടുത്ത എമ്മത്ത് സെറ്റാക്കാം. ആക്ച്വലി ഞാൻ കുറച്ചും കൂടി സുന്ദരനായിരുന്നെങ്കിലേ ഈ ലോകം ഞാൻ കീഴടക്കുമായിരുന്നു. അപ്പൊ ദൈവത്തിന് അസൂയ. ഷെൽഫ് നിറച്ച് കുറെ ഫയലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കോടതിയാവുന്ന അങ്ങേരുടെ വിചാരം. ഈ CEO ഉണ്ടാക്കാൻ എന്റെ മനസ്സിൽ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ബോർഡും ഉണ്ട്, മാർക്കറും ഉണ്ട്. My dear friends, you see equal to C3 minus my CEO just 3. അയ്യോ, കാലത്തങ്ങാനും അങ്ങനെ കയറി വന്നിട്ട് തങ്ങാനും ആരെഴുതിയെന്നങ്ങാൻ ചോദിച്ചാൽ ഞാൻ തുടങ്ങി. ഓ, ഗ്രീൻ ടീ 9 മാസം ഗർഭിണികളുടെ പോത്തൊരു വയറും. ഇനിയിപ്പോ ഗ്രീൻ ടീ മൊത്തം കലക്കി കുടിച്ചു കഴിഞ്ഞാൽ കൊടവേറൊക്കെ മാറി 6 പാക്ക് ആവുന്നുള്ള വിചാരമായിരിക്കും അങ്ങേർക്ക്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എല്ലാവരും മെക്കെട്ട് കയറുമ്പോ അയാൾക്ക് ഈ പ്രഷറോ ഷുഗർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിരുന്നില്ലേ? ദേ കണ്ടില്ലേ ഷുഗർ ഫ്രീ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. മൺകുടേ ഇതേതൊക്കെ ഓൾ ദ ബെസ്റ്റ്. എടോ, താനെങ്ങാൻ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തനിക്ക് ഇതേ ഗതിയായിരിക്കും. ചില്ലറ തന്റെ ഒരു ആകൂടി ഗുണമുള്ള സാധനം ചില്ലറ ഞാൻ എടുക്കാം. ഇപ്പൊ ഇതിൽ ഹെഡ് വീണ് കഴിഞ്ഞാൽ ഞാൻ എടുക്കും, ടെയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ എടുക്കും. ഹെഡ് വീണിരിക്കുന്നു, അപ്പൊ ഞാൻ എടുക്കും. ഇതും കൂടി ഞാൻ എടുത്തു. എന്റെ പൊന്നിക്ക് എടുക്കട്ടെ. സൂചി ആവശ്യം വരുമായിരിക്കും. എടാ വിവരമില്ലാത്ത CEO,
താൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടല്ലോ ഈ ഓഫീസിലുള്ള പാവങ്ങളെ മൊത്തം ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിലുള്ള സകല പെൺപിള്ളേരെയും വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളണോ അറി എന്ത് ഈ സീറ്റിൽ തനിക്ക് മാത്രം ഇരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ലെന്നാ? അല്ല ഞാനിരുന്നല്ലോ. എടോ ഞാൻ ഇപ്പൊ ഇരിക്കാൻ പോവാടെ തന്നെ സീറ്റ് താൻ എന്താന്ന് വെച്ചാൽ ചെയ്ത് ഉണ്ടാക്ക്. എന്താടാ നിന്റെ നാവിറങ്ങി പോയടാ? ഇപ്പൊ ഇത് എന്റെ ഓഫീസാടാ. ഇനി പാരതന്തയ്ക്ക് വിളിക്ക. ഹലോ, യൂസ്ലെസ് വിജയുടെ അടുത്ത് ക്യാബിനിലേക്ക് വരാൻ പറയും. എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു സാർ. ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ എത്ര സമയമാണെന്നറിയാം. നീ ഇത് എവിടെ പോയി കിടക്കാരെന്ന് കോപ്പേ? അതുകൊണ്ട് സാർ ഭയങ്കര ട്രാഫിക്. അല്ല എനിക്ക് ഇവിടെ കുറെ ജോലി ഉണ്ടായിരുന്നു സാറേ. ഷടാ, നീ എത്ര കഥ പറഞ്ഞുകൊണ്ടിരിക്കുക? അവര് മെയിൽ അയച്ചിട്ട് എത്ര നേരം വേണം? മെയിലോ സാർ എനിക്കൊന്നും വന്നിട്ടില്ല. നോൺസെൻസ്, നോണ പറയുന്നോടാ. നിനക്കിവിടെ ജോലി ചെയ്യണോ അതോ? അയ്യോ സാർ, സോറി സാർ. സാർ എനിക്ക് ഇവിടെ ജോലി വേണം സാർ, പ്ലീസ്. അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചത്തതിന് ശേഷമാണോ നീ ചെയ്തു കൊടുക്കാൻ പോകുന്നത്? അതെ സാർ. അയ്യോ അല്ല സാർ. അയ്യോ അതെ സാർ. മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്കണം. ശരി സാർ, ഞാൻ ജോലി ചെയ്തോളാം സാർ. മൂന്ന് കണ്ടില്ല ഇഡിയറ്റ്. അവന് ജോലി ചെയ്യാൻ പറ്റില്ല, അവിടെ സാലറി വാങ്ങാൻ വന്ന് നിന്നോളും. Stupid. എന്ത് സൗണ്ടാണത്? അവന്റെ വാ തുറന്നാലും ശബ്ദം, അവന്റെ സീറ്റിൽ വന്നിരുന്നാലും ശബ്ദം. എന്റെ ദൈവമേ, ഈ സീറ്റിൽ ഇരിക്കുമ്പോ ഏതോ പ്രേതം വന്ന് പിടിക്കുന്ന പോലെ തോന്നുന്നു. ഈ സീറ്റ് ഞാനും ഒരിക്കലും സെറ്റ് ആവാൻ തോന്നില്ല. നമ്മൾ പോയി വല്ല ലേഡി സീറ്റും പിടിക്കാം. എടാ നാണം കെട്ടവനെ സിയോ, നീ ഈ കസേരയിൽ ഇരുന്നുകൊണ്ടല്ലടാ അവിടെയുള്ള എല്ലാവരുടെയും രക്തം ഊറ്റി കുടിക്കുന്നത്. നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കാം. എടാ, നീ ഇരിക്കുന്ന സീറ്റിൽ നിന്റെ ചോരപ്പുഴ ഒഴുക്കി കാണിക്കും ഞാൻ. ദേ അതെങ്ങനെ ചെയ്യുന്നത് കണ്ടോ? 1 2 3 സബാഷ്. സിയോ, താങ്കളുടെ ആസനം ഇനി ആ സാക്ഷാൽ ദൈവം തന്നെ വന്ന് രക്ഷിക്കുമാറാകട്ടെ. പാവം, നാളെ ഇതിൽ വന്നിരുന്നാലുള്ള അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ടാ.